നമസ്തേ. തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ച് ഏവർക്കും അറിയാം. എന്നാൽ മലപ്പുറം ജില്ല തിരൂരിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അതിന്റെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടുത്തെ പത്മതീർത്ഥ കുളത്തിൽ കിടക്കുന്നുണ്ട്. 16 അടിയോളം നീളമുള്ള അനന്തശയന മഹാവിഷ്ണു വിഗ്രഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രമില്ല എന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ ഉണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ വലിയ ക്ഷേത്രം അല്ല എങ്കിലും സമാന വിഗ്രഹമുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലുള്ളത്. തലക്കാട് പഞ്ചായത്തിലെ അനന്തൻകാവ് പത്മനാഭസ്വാമി ക്ഷേത്രം. തിരൂർ ആലത്തിയൂർ റൂട്ടിൽ പാറശ്ശേരി ബസ് സ്റ്റോപ്പിന് കിഴക്ക് തെക്ക് ദിശയിലായിട്ടായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അനന്തൻകാവ് ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു 1000 ആണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ചരിത്രകാരനായ തിരൂർ ദിനേശിന്റെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന പുസ്തകത്തിൽ അനന്തൻകാവ് ക്ഷേത്രത്തെ പറ്റി വിവരണമുണ്ട്. 3 വാതിലുകളോടെയുള്ള ക്ഷേത്രവും അതിനകത്ത് അനന്തപത്മനാഭസ്വാമി വിഗ്രഹവും തന്റെ ബാല്യകാലത്ത് കണ്ടതായി 106 വയസ്സുള്ള മുത്താട്ട് നമ്പൂതിരി പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. തലക്കാട് അനന്തൻകാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 1.5 ഏക്കറോളം ഭൂമിയാണ് ഉള്ളത്. ക്ഷേത്രത്തിന് സമീപം പത്മതീർത്ഥക്കുളവുമുണ്ട്. ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദരാണ് ഇവിടുത്തെ പൂജാവിധികൾ പുതുക്കി നിർണയിച്ചിരുന്നത് എന്നും ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഊരാള കുടുംബം ഇപ്പോഴും ഹനുമാൻ കാവിനടുത്ത് താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ EMSന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറിയപ്പോൾ ക്ഷേത്രത്തെ അവർ അവഗണിക്കുകയാണ് ചെയ്തത്. അതിനു മുന്നേ തന്നെ 1921 ക്ഷേത്രം തകർക്കപ്പെട്ടതാണ്. ക്ഷേത്ര അവശിഷ്ടങ്ങളും വിഗ്രഹവും മറ്റും ഒരു 30 വർഷം മുൻപ് വരെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അയോധ്യ പ്രശ്നം വന്നപ്പോൾ വെട്ടിനുറുക്കിയ വിഗ്രഹ ഭാഗങ്ങളും മറ്റു ക്ഷേത്ര ഭാഗങ്ങളും ഒക്കെ കുളത്തിലാണ് താഴ്ത്തിയത്. കുളത്തിന്റെ കുറച്ചു ഭാഗം വരെ മണ്ണുമൂടി കുളപ്പടവുകളിൽ പഴയ ചില ശില്പങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതും ഈ അടുത്ത കാലത്ത് മണ്ണിട്ട് മൂടി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ നാട്ടിലെ ചില ആളുകളുടെ കൈവശമുണ്ട് എന്നാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇന്ന് പലർക്കുമായി മുറിച്ച് വിറ്റുപോയിരിക്കുകയാണ്. കുളം പൊതുക്കുളമായി മാറി. അമ്പലത്തിലെ വിളക്ക്, ഉരുളി, ശംഖ്, തിടമ്പ് ഇവയെല്ലാം അടുത്തുള്ള അന്യമതസ്ഥരുടെ വീട്ടിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പത്മതീർത്ഥക്കുളത്തിലെ മണ്ണ് നീക്കം ചെയ്താൽ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ലഭിക്കും. വെട്ടിനുറുക്കിയ നിലയിലുള്ള വിഗ്രഹഭാഗങ്ങളും അവിടെ നിന്ന് ലഭിക്കും. എല്ലാം പത്മതീർത്ഥക്കുളത്തിൽ തന്നെ ഇപ്പോഴും അവശേഷിക്കുകയാണ്.